പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 34 അധ്യായം എന്റെ 1-2 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പനകൾ ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാജനത്തിന്റെ പാപം മുഖാന്തരം മോശയുടെ കയ്യിൽ ദൈവം ആദ്യം എഴുതി കൊടുത്ത കൽപ്പനയിൽ എഴുതിയ കൽപ്പനകൾ അത് എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും ദൈവം പറയുകയാണ്, മുമ്പിലത്തെ പോലെ തന്നെ നീ കൈകൊണ്ട് തന്നെ 2 കൽപ്പനകൾ ചെത്തി അത് രാവിലെ തന്നെ ഹല്ലേലൂയ നീ പർവ്വതത്തിൽ കയറി വരണമെന്ന്. പ്രൈസ്. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സുപ്രഭാതം എന്ന് പറയുന്നത് അഥവാ അതിരാവിലെ എന്ന് പറയുന്നത് ഹല്ലേലൂയ 4 മണി തൊട്ട് വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്തെയാണ് ഈ അതിരാവിലെ എന്നൊക്കെ പറയുന്നത്. പ്രയോഗിച്ചത് പലർക്കും ഈ അതിരാവിലെ എന്താണെന്ന് ഇതുവരെ അറിയത്തില്ല. ചിലരുടെയൊക്കെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ 7 മണി 8 മണിയൊക്കെയാണ്. എന്നാൽ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വചനം നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്ന അതിരാവിലെ എന്ന് പറയുന്നത് 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമാണെന്ന് വേദപഠിതാക്കളെ പഠനത്തിലൂടെയും അല്ലേറിയ ചില വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേറിയ അപ്പൊ അതിരാവിലെ എന്നുള്ള സമയം വളരെ ശ്രേഷ്ഠമായ സമയമാണ്. രക്തജയം ആ സമയത്താണ് അല്ലേറിയ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലേറിയ അപ്പം ആ സമയമാണ് പകലിൽ തണുപ്പുള്ള സമയം. അല്ലേറിയ ആ സമയമാണ് അല്ലേറിയ നല്ല തണുപ്പുള്ള സമയമാണ്. അല്ലേറിയ പകലിന്റെ ആരംഭമാണല്ലോ. അല്ലേറിയ അപ്പം ദൈവത്തെ സ്തുതിച്ച് അവന്റെ ഹൃദയത്തെ കുളിർപ്പിക്കുന്ന സമയമാണ്. അല്ലേറിയ രാവിലെ നമ്മൾ കുളിരണിയുന്ന പോലെ തണുപ്പ് കൊണ്ട് പർവ്വതത്തിൽ കയറി ചെന്നത്, അല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തിനെ മുഴങ്കാലി മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാതത്തിലെ മഞ്ഞു മുഖാന്തരം നമ്മൾ കുളിരണിയുന്നത് പോലെ തന്നെ അതിരാവിലെ നാം എഴുന്നേറ്റ് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് കുളിരണിയുന്ന സന്തോഷം ഉണ്ടാകുമെന്ന് അല്ലേറിയ ഈ പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിരാവിലെ എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് വരുന്നതല്ല, 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നീ എഴുന്നേറ്റിട്ട് ദൈവത്തിനെ മുഴങ്കാലം അടക്കണം. രക്തജയം പ്രാർത്ഥിക്കുവാൻ നീ യഥാർത്ഥത്തിൽ സമയത്തെ വേർതിരിച്ച് പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ കുളിരണിയിപ്പിക്കും വിധത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നീ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങളെ എല്ലാം ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നന്മ കാണാൻ കഴിയാതെ, അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ ഇന്ന് ശാപത്തിലും പാപത്തിലും ബന്ധനത്തിലും എടുക്കപ്പെട്ട് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂത്, നീ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. പ്രൈസലോ. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മറ്റേതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തുടക്കമിടാവൂ. ദൈവത്തെ കൂടാതെ നീ എന്തെങ്കിലും തുടക്കം ഇട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്, പരാജിതമായി മാറിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നീ അറിയാത്ത നിലയിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ യഹോവ പറയുകയാണ്, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. ദൈവസന്നിധി നമ്മൾ വരണം രാവിലെ തന്നെ. അല്ലേലിയ എന്നൊരു പുതിയ കൽപ്പനകൾ അല്ലേലിയ ചെത്തിയെടുത്തുകൊണ്ട് ആമൻ പർവ്വതത്തിലേക്ക് വരാൻ കർത്താവ് പറയുന്നത്. എന്നോട് ഇസ്രായേൽ പാപം ചെയ്താൽ ഇസ്രായേലിന്റെ പാപം ചെയ്തതിനാൽ അതോടെ പാപത്താൽ കോപിഷ്ഠനായ മോശ ദൈവം നൽകിയ കൽപ്പനകൾ 2 എറിഞ്ഞുടച്ചു കളഞ്ഞതിന് പകരമായി വേറെ 2 കൽപ്പനകൾ മോശ തന്നെ ചെത്തി എടുത്ത് ദൈവസന്നിധി സീനായി പർവ്വതത്തിൽ ഹല്ലേലൂയ കയറി ചെല്ലാനാ ദൈവം പറയുന്നത്.
അപ്പൊ മോശ തന്നെ അത് ചെയ്യണം. മോശയാണ് കൽപ്പലക മുമ്പിലെത്തി എറിഞ്ഞ് ഉടച്ചത്. നമ്മൾ 32 അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മോശയുടെ കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 കൽപ്പലക ചെത്തിയെടുക്കണം. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നിനക്ക് വേണ്ടി നീ തന്നെ പ്രാർത്ഥിക്കണം. മറ്റൊരാളല്ല നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് വേണ്ടെന്നല്ല, വേണം. പക്ഷെ നിനക്കതിനെക്കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാകണം. നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് കിട്ടും. മാത്രമല്ല, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ മാത്രമേ മറ്റൊരാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ഫലവത്താകത്തുള്ളൂ. ലേറിയ ചിലരുടെ ചിന്ത, പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് TV കണ്ടുകൊണ്ടിരിക്കാം. മിക്കവാറും 99% കുടുംബങ്ങളിലെയും വ്യക്തികളുടെയും ജീവിതങ്ങളിലെയും ചിന്ത ഏതാണ്? നമ്മളെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് സീരിയലും അല്ലെങ്കിൽ സിനിമയും റിയാലിറ്റി കോമഡിയും എന്തിലെ പേർക്കൂത്തും കച്ചറയെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്നേ. പാസ്റ്ററും ഭാര്യയും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ചിന്തിക്കുന്ന അനവധി സഹോദരങ്ങളെ, അനവധി വിശ്വാസികളെ അല്ലെങ്കിൽ എനിക്കറിയാം. പലരും സംസാരിച്ച് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലേരിയ. അതുകൊണ്ട് അവരെയൊക്കെ പറയുന്ന പേര് എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ലജ്ജ തോന്നും. അതുകൊണ്ട് ഞാനും പറയുന്നില്ല, എനിക്ക് ലജ്ജ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലേരിയ. പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അതിരാവിലെ ദൈവസന്നിധിയിൽ വന്ന് മുഴങ്കാലും അടക്കി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയാൽ നീ ജീവിതത്തിൽ ആത്മാവിൽ നിറയപ്പെടുന്ന ദൈവശബ്ദം കേൾക്കുന്നത്. അല്ലേലിയ. ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ, ദൈവോദരത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, സഭയുടെ മർമ്മങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നിന്നെക്കുറിച്ചുള്ള ആലോചന, നിന്റെ മക്കളെക്കുറിച്ചുള്ള ആലോചന, നിന്റെ ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് ആലോചന, നിന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ആലോചനകൾ, നിന്റെ ദേശത്തെക്കുറിച്ചുള്ള, നിന്റെ സമൂഹത്തെക്കുറിച്ചുള്ള, സമുദായത്തെക്കുറിച്ചുള്ള, നിന്റെ അധികാരികളെക്കുറിച്ച്, ഭരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഹല്ലേലൂയ ആലോചനകൾ രാവിലെ നിന്റെ കാതുകളെ കേൾപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അതിരാവിലെ ദൈവസന്നിധി വരണം. അപ്പൊ മോശയോട് നീ അതിരാവിലെ കൽപ്പനകൾ ചെത്തി എന്റെ സന്നിധി തന്നെ പർവ്വതത്തിൽ വരണം എന്ന് ദൈവം ആവശ്യപ്പെട്ടു. ആദ്യ ഉടമ്പടിയിലെ സമയം പോലെ തന്നെ മോശ രണ്ടാമതും 40 ദിവസം പർവ്വതത്തിൽ കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. ആദ്യത്തെ കൽപ്പനകൾ കണ്ട് ചെന്നത് 40 ദിവസം സീനായി പർവ്വതത്തിലിരുന്നു. രണ്ടാമത്തെ കൽപ്പനയെ ചെത്തി ചെന്നപ്പോൾ അന്നേരം തന്നെ എഴുതി കൊടുക്കുകയല്ല ചെയ്ത്. രണ്ടാമത് വീണ്ടും സീനായി പർവ്വതത്തിൽ ചെന്നപ്പോൾ വീണ്ടും 40 ദിവസം കൂടി ഇരിക്കേണ്ടി വന്നു. 40 ദിവസം ഉപവാസമാകട്ടോ. ഇന്നത്തെ പോലെയുള്ള ഉപവാസമല്ല മോശ ഉപവസിച്ചത്. ഇന്നത്തെ ഉപവാസത്തിൽ ദൈവം സംസാരിക്കാത്തതിന്റെ കാരണം ഇന്നത്തെ ഉപവാസം എന്നൊക്കെ പറയുന്ന ഒരു പ്രകടമാകട്ടോ. ഹല്ലേലൂയ. കാരണം പലരും അല്ലെങ്കിൽ ഈ രാവിലെ തൊട്ട് ഉച്ച വരെ ഉപവസിച്ചിട്ട് പലരും പറയുന്നു, 90% പറയും, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഉപവാസമാണ് പറയും. ഹല്ലേലൂയ. ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. ഒരു ദിവസത്തിന് 24 മണിക്കൂറിനെ അത് 4ആയിട്ട് ഭാഗിച്ചാൽ 4, 6, 24 എന്നാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിനി ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2ആയിട്ട് തിരിച്ചു പഠിക്കാൻ പറ്റുള്ളെങ്കിൽ അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഒരു ഉച്ച വരെ ഉപസിച്ചിട്ട് ഒരു ദിവസം ഉപസിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് വ്യാജമാണ്. അപ്പൊ 4, 6, 24 ഒരു ദിവസത്തിന്റെ 4 അംശം എന്ന് പറയുന്നത് സ്തോത്രം 6 മണിക്കൂറാണ്. അതുകൊണ്ട് രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ അല്ലേലിയ അത് സ്തോത്രം അല്ലേലിയ അത് 4-1 ആകത്തുള്ളൂ. എന്നിട്ട് ചെല്ലു പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം ഉപവാസമാണ് അല്ലേലിയ. എന്നിട്ട് ചെല്ലു ഈ ഒരു പകൽ മുഴുവൻ 12 മണിക്കൂർ ഉപവസിച്ചിട്ട് പറയും അല്ലേലിയ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഉപവാസമാണ്. ഒരു ദിവസം ഉപവാസം. ഒരു ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. ചിലരേക്ക് ഉപസിക്കുന്നതിന് പകൽ മുഴുവനുള്ള ആഹാരം മുഴുവനും നിറച്ച് വയറിന് കൊടുക്കും. വയർ നിറച്ച് കയറ്റിയിട്ട് അല്ലേറിയ വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉപവാസം, വൈകിട്ടൊന്നും കഴിക്കുന്നില്ല. പക്ഷെ 6 മണിക്കൊക്കെ കഴിച്ചു കഴിയും. അതുകൊണ്ട് പിന്നെ രാത്രി കഴിക്കണ്ടല്ലോ. 6 മണി കഴിച്ച് പിന്നെ രാത്രി പിന്നെ ഉറങ്ങുന്നവനെന്തോ ഉപവാസം. പലരും ദൈവത്തെ കബളിപ്പിക്കുക അല്ലേ. എന്നാൽ മോശയോട് ഇതൊന്നും അല്ല ദൈവം പറഞ്ഞാൽ, നീ 40 ദിവസം സീനായി പർവ്വതത്തിൽ എന്റെ സന്നിധി ഇരിക്കണം. അവിടെ മോശയ്ക്ക് വെള്ളവുമില്ല, ആഹാരവുമില്ല. അല്ലേരിയ. അവിടെ വെള്ളവുമില്ല, ആഹാരവുമില്ല. അല്ലേരിയ. അവിടെ ദൈവ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിങ്ങൾ ഉപവസിക്കുമ്പോൾ സത്യസന്ധമായ രീതിയിൽ ഉപവസിക്കണം. അല്ലേരിയ. ഈ കത്തോലിക്കൽ ഉപവസിക്കുന്ന കണ്ടിട്ടില്ല. ഞാനും കത്തോലിക്ക സമുദായത്തിൽ വന്നാൽ ഞാൻ ഇതിനകത്ത് കത്തോലിക്കലായിട്ട് ഒരുപാട് പേര് മെസ്സേജൊക്കെ ഉണ്ട്. കത്തോലിക്കൽ ഉപവസിക്കുന്നില്ലേ, അവരും വ്രതമെടുക്കി 25 നോമ്പ്, 40, 25 നോമ്പ്, 40 നോമ്പ്, 50 നോയമ്പ്. അവർക്ക് 40 50. യേശുവിനെ കണ്ടി 10 പടി മുമ്പിൽ അവര് 50 നോയമ്പ്, പിന്നെ അല്ലെങ്കിൽ 8 നോമ്പ്, അങ്ങനെ കുറെ നോമ്പുകളുണ്ടല്ലോ. അതിലൊക്കെ അവരെന്താ ഇറച്ചി ഒഴിവാക്കും, മീൻ ഒഴിവാക്കും.
ബാക്കിയൊക്കെ എല്ലാവരും ചെയ്യും. അതെന്തൊക്കെ ഉപവാസമാണെന്ന് നിങ്ങൾ ഒരു ശരിയായിട്ട് ചിന്തിച്ച് നോക്കുക. പക്ഷെ മോശയോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ പണ്ട് ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം മോശയുടെ ഉപവാസം എന്ന് പറയുന്നത് 40 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ. അവിടെ മോശ ഇറച്ചി മീൻ ഒഴിവാക്കി പാലും മുട്ടയും ഒഴിവാക്കിയിട്ട് അല്ലേരി അങ്ങനല്ല, അല്ലേരിയ പൂർണ്ണമായിട്ട് ദൈവത്തിന് ഉപവസിക്കുകയാണ്. അല്ലേരിയ. അപ്പൊ നമ്മുടെ ഉപവാസം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് പ്രസാദകരമാകണം. അല്ലേരിയ, സ്തോത്രം. ഞാൻ ഉപവസിക്കുന്നതോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മോശ പർവ്വതത്തിൽ വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ചത് പോലെയല്ല നമ്മൾ ഉപവസിക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെയാണ്. ഒരിക്കൽ ഞാനൊരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു സഭ മൊത്തം ഉപവാസമാണ്. ഞാൻ ചോദിച്ചു എത്ര ദിവസം? 21 ദിവസമാണ്. പാസ്റ്റർ 10 ദിവസമായി. അല്ലേ പാസ്റ്റർ എന്നാ പറഞ്ഞു, ഞാൻ രാവിലെ ഇച്ചിരി ഭക്ഷണം കഴിക്കും പാസ്റ്ററെ. അല്ലേരിയ. എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കും. വിശ്വാസികൾ ഉപവസിക്കുന്നുണ്ടല്ലോ. അപ്പം പായരത ഉപവാസമാണ്. അപ്പം പലതും ദൈവത്തെ കബളിപ്പിക്കുന്ന ഉപവാസം. അങ്ങനെ പോകുന്നത്. പിന്നെ ഈ ഉപവാസത്തിൻ്റെ അനവധി ആളുകൾ ജ്യൂസ് കുടിക്കാറുണ്ട്, ഈ പാല് കുടിക്കാറുണ്ട്, അങ്ങനെ വിവിധമായ ശരീരത്തിൽ വീണ്ടുന്ന ആഹാരം കൊടുക്കാറുണ്ട്. ചിലരൊക്കെ നല്ല കട്ട തൈര് മേടിച്ച് ഉപവസിക്കുമ്പോൾ കുടിക്കും. അല്ലേരിയ, കരക്കിയിട്ട്. അല്ലേരിയ. കാരണം അവർ പറയുന്ന ഒരുപാട് ഈ നീതീകരണ ന്യായീകരണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ദൈവസനി വരെ പോകത്തില്ല. നീ ഉപവസിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഉപവസിക്കണം. അല്ലേരിയ. ഞാൻ ഉപവസിക്കുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിന് ഉപവസിക്കുന്ന ആളല്ലേ, ഞാൻ ഉപവസിക്കുന്നില്ല. പൂർണ്ണമായിട്ട് ഒരു ദിവസം ദൈവത്തിനോട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ആളാണ്. അല്ലേരിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം മോശ എന്ത് ചെയ്തു? 40 ദിവസം വീണ്ടും അങ്ങനെ 2 പ്രാവശ്യമായിട്ട് 80 ദിവസം മോശ പർവ്വതത്തിൽ കഴിച്ചുകൂട്ടി. അപ്പം രണ്ടാമത് വീണ്ടും 40 ദിവസം ഇരുന്നതിനാൽ ദൈവത്തിൽ മോശ ഇരുന്നതിന്റെ ഫലമായി അവന്റെ മുഖം ഇസ്രായേൽ നോക്കുവാൻ കഴിയാതെ തേജസ്സുള്ളതായി തീർന്നു. മോശയുടെ മുഖം എന്ത് ചെയ്തു? ഇസ്രായേൽ നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ തേജസ്സുള്ളതായി മാറി. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു. അല്ലേലൂയ. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായി മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? അല്ലേലിയ. അപ്പൊ മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്ത കൽപ്പനയിൽ എഴുതി കൊടുത്ത അല്ലേലിയ കൽപ്പന എന്ന് പറയുന്നത് കല്ലെഴുതിയ അക്ഷരമായി കുത്തിയിരുന്ന മരണ ശുശ്രൂഷ അത് നീക്കം വരുന്നതാണ്. അല്ലേലിയ. ആ നീക്കം വരുന്നതായി ശുശ്രൂഷ ചെയ്ത് മോശയുടെ മുഖ തേജസ് തേജസ് ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയോട് പറയട്ടെ, ഇത് കൽപ്പലയിൽ എഴുതിയ കൽപ്പലയിൽ എഴുതിയ ഏതല്ല ദൈവം നമുക്ക് നൽകുന്നത്? നമ്മുടെ ഹൃദയമാകുന്ന കൽപ്പലയിലാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. അല്ലേരിയ. കൽപ്പനകൾ എഴുതുന്നത്. അങ്ങനെ അപ്പം ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലോ. അപ്പം നാം ദൈവത്തിന് പൂർണ്ണമായിട്ടിരുന്ന് ഉപവസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലയിൽ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ ആ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ, നമ്മുടെ മനസ്സ് നിറഞ്ഞു കവിയുമ്പോൾ അല്ലേരിയ സാഹചര്യത്തിന് മോശയുടെ മുഖത്ത് നോക്കിക്കൂടാതുകൊണ്ടും മോശയുടെ മുഖതേജസ് ശോഭിച്ചതുപോലെ ആത്മാവിന്റെ ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടാൽ അല്ലേരിയ ആത്മാവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തിന്റെ തേജസ്, മോശയുടെ മുഖത്തിന്റെ തേജസ് പ്രകാശിച്ചതുപോലെ പ്രകാശിക്കും രക്തജയം. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള കടന്നു പോയിട്ടുണ്ടോ സഹോദര? അല്ലേലിയ. ഇവിടെ 40 ദിവസം മോശ പർവ്വതത്തിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ മോശ ക്ഷീണിതനല്ല. മോശ ഉത്സാഹത്തോടു കൂടി വളരെ മുമ്പിലത്തേക്കാൾ അതിശക്തമായിട്ട് ഇറങ്ങി വരുന്നേ. നമ്മുടെ ഈ ദൈവദാസന്മാരും നമ്മുടെ ദൈവമക്കളൊക്കെ 40 ദിവസം അല്ലേലിയ ഉപവസിച്ച് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈർക്കിച്ചൂലി പോലായി മാറും, ഈർക്കിരി പോലായി മാറും. അല്ലേരിയ. പണ്ടൊരിക്കലും എന്നോടൊരു ദൈവദാസം പറഞ്ഞു, പാസ്റ്റേ അല്ലേരിയ പാസ്റ്റർ ഗൾഫിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. അപ്പൊ അന്നേരം പറഞ്ഞു പാസ്റ്റർക്ക് ഇത്രയും തടിയൊന്നും പാടില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർക്ക് ഇത്രയും തടിയൊന്നും പാടില്ല. പാസ്റ്റർ നന്നായിട്ട് ശരീരം ക്ഷീണിപ്പിച്ച് ഇവിടെ വരുമ്പോൾ ആൾക്കാർക്ക് പാസ്റ്റർക്ക് ഒന്നും ഇല്ലെന്നൊന്നും അറിയണ്ടേ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, എന്നെ കണ്ടത് പറ്റത്തില്ല. ദൈവം എനിക്കൊരു ശരീരം തന്നിട്ടുണ്ട്, ശരീരത്തിൽ തടി തന്നിട്ടുണ്ട്. പണ്ടൊക്കെയാണ് ഞാൻ തടിയൊക്കെ ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പോഴേ ഞാനൊരു 4-5 സർജറി കഴിഞ്ഞു, ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ മരുന്നിൻ്റെ ഒക്കെ ഫലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടുമൊക്കെ ശരീരത്തിന് മുമ്പിലത്തേക്കാൾ തടി വെച്ചിട്ടുണ്ട്. അതിനിപ്പം കുറയുകയില്ല.
അല്ലേരിയ. അപ്പൊ എന്റെ തടിയാണ് ചിലർക്ക് പ്രശ്നമായി മാറിയത്. അല്ലേരിയ. എന്നെ കേൾക്കുന്നത് നമുക്ക് ദൈവസനിൽ നമ്മൾ ഇന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കരയും ദൈവസനിൽ ആമി വിശുദ്ധിയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ മോശയുടെ മുഖതേജസ് പ്രകാശിച്ച് മോശ ക്ഷീണിതനല്ലാതെ ആത്മാവിൽ നിറയപ്പെട്ട് ഇറങ്ങി വന്നതുപോലെ തന്നെ നാം ദൈവസനിൽ ഇരിക്കുമ്പോൾ നമ്മെ ദൈവം ശോഷിപ്പിച്ച് കളയത്തില്ല, മെലിഞ്ഞവനാക്കി മാറ്റത്തില്ല. ദൈവം വചനത്താൽ നമ്മെ നിറച്ചു കഴിയുമ്പോൾ മോശയുടെ മുഖതേജസ് ശോഭിച്ചതുപോലെ നമ്മുടെ മുഖതേജസ് ശോഭിക്കും. അവിടെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിച്ചൊന്നും അല്ല. ഞാനൊക്കെ ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും കഴിച്ച് തടി വെക്കുന്നതല്ല. ഇത് പെട്ടെന്ന് തടിയായി ഇനിയിപ്പോൾ അത് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അല്ലേരിയ. അതിങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ എന്നോട് പലരും പറയാറുണ്ട്, പാസ്റ്റേ രാവിലെ ഈ മെസ്സേജ് പറയുമ്പം മുഖത്ത് ഇത്രയും പൗഡർ എന്ന് പറയും. അല്ലേരിയ. സോദരം. അവരൊക്കെ ഓർക്കുന്നത് ഞാൻ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് രാവിലെ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് ബ്യൂട്ടി പാർലറൊക്കെ പോയി എൻ്റെ ബ്യൂട്ടി പാർലർ നടത്തുന്നവരെ വീട്ടിൽ കൊണ്ട് നിർത്തി രാവിലെ തന്നെ എൻ്റെ മുഖത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അല്ലേരിയ. ഞാൻ മുഖത്തൊന്നും ഇതിൽ പൗഡർ പോലും ഇടാറില്ല. മുഖത്ത് പൗഡർ തേക്കാറില്ല, മുഖത്ത് എണ്ണ തേക്കാറില്ല, മുഖത്ത് യാതൊരു കാര്യങ്ങളും ചെയ്യാറില്ല. ദൈവം തന്ന ഒരു തേജസ് ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേരിയ. അതിനിപ്പോൾ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ. അല്ലെ, നമ്മൾ ദൈവത്തോട് ചെന്ന് വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്ത നീക്കം വരുന്ന കല്ലിൽ എഴുതി കൊടുത്ത ആ ശുശ്രൂഷ, ആ വചനം നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതുമ്പോൾ അല്ലേരിയ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം നമ്മുടെ മുഖത്ത് പ്രകടമാകും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, അല്ലേരിയ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ശക്തമായി ഉപവസിക്കുന്നെങ്കിൽ, അല്ലേരിയ, ദൈവസനി പോരാടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലേരിയ, നിന്റെ ജീവിതത്തിനകത്ത് മോശ കണ്ടതുപോലെയുള്ള ചില മുൾപ്പടർപ്പ് കത്തുന്ന അനുഭവത്തെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അല്ലേരിയ. മോശ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യം, അല്ലേരിയ, മോശയെ അനുഭവിച്ചറിഞ്ഞതുപോലെ നീ യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ഒരുങ്ങി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുങ്ങി, ആമേൻ, ദൈവമേ എന്നോട് സംസാരിക്കണമേ, ദൈവശബ്ദം കേൾപ്പിക്കണമേ, അങ്ങേക്ക് പറയുവാനുള്ള എന്നോട് പറയണമേ, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സമൂഹത്തെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വെളിപ്പാട്, ദർശനങ്ങൾ, ആത്മോദനം എനിക്ക് നൽകണമേ. അല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ദൈവത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അപ്പൻ മക്കളോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കും. രക്തക്ഷയം. അല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് എങ്ങനെ? വചനത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സമൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങും. അല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നാം ദൈവത്തോട് ചേർന്നിരിക്കണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം കാണുമ്പോൾ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ വചനം എഴുതി കഴിയുമ്പോൾ ജഡത്തിന്റെ ചിന്ത മരിക്കും. ജഡത്തിന്റെ ചിന്ത മരിക്കും. ഇന്നും നിങ്ങളുടെ ജഡത്തിന്റെ ചിന്ത മരിക്കാത്തതിന് കാരണം ജഡത്തിന്റെ പ്രേരണ, ജഡത്തിന്റെ പോരാട്ടം, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ നിന്റെ ഉള്ളിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജഡം മരിച്ചിട്ടില്ല. മാത്രമല്ല, ആത്മാവിന്റെ വചനമാകുന്ന അലരിയ ആ മഹത്വം നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇതുവരെയും എഴുതിയിട്ടുമില്ല. വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതാൻ നിങ്ങൾ ഹൃദയത്തെ ദൈവത്തിന് സനപ്പെടുത്ത ജഡത്തിന്റെ ചിന്ത മരിക്കും. അല്ലേരിയ. ആത്മാവിന്റെ ചിന്തയാൽ നിറയപ്പെടും. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം തന്നെയെന്ന് നമ്മൾ റോമലേഖനം 8 വായിക്കുമ്പോൾ 4, 5, 6, 7, 8 വായിക്കണം. അല്ലേലൂയ. അപ്പൊ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലിൽ വചനം എഴുതിയാൽ ജഡത്തിന്റെ ചിന്ത മരിക്കും. ജഡത്തിന്റെ പ്രവർത്തികൾ മാറിപ്പോകും. ലേഖനം 5:18 പറഞ്ഞു, ജഡത്തിന്റെ പ്രവർത്തികൾ നീങ്ങിപ്പോയിട്ട് ആത്മാവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയും. മാത്രമല്ല, കൃപകൾ നിന്റെ മേൽ വരാൻ തുടങ്ങും, വരങ്ങൾ നിന്റെ മേൽ ചൊരിയാൻ തുടങ്ങും. ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ദൂത്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ശക്തമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ചില യെശയ്യാവുമാരെ പോലെയുള്ള ചില വ്യക്തികളെ, യിരെമ്യാവിനെ പോലെയുള്ള, യെഹെസ്കേലിനെ പോലെ, ദാനിയേലിനെ പോലെ, ഹോശയെ പോലെ, യോവേലിനെ പോലെ, ആമോസിനെ പോലെയുള്ള, പൗലൂസിനെ പോലെയുള്ള, പത്രോസിനെ പോലെയുള്ള ചിലരെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കും.
നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ലേരിയ. അതിനെന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്കതിന് കഴിയുമെങ്കിൽ നീ നിന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ അങ്ങ് ഉപയോഗിച്ച അങ്ങയുടെ ദാസന്മാർ, അങ്ങയുടെ ഭക്തന്മാർ, അങ്ങയുടെ പുരോഹിതന്മാർ, അങ്ങയുടെ പ്രവാചകന്മാരെ, ആദിമസഭയിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ ഉപയോഗിച്ച ദൈവമേ, ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ നശിച്ചുന്ന പാപത്തിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ പെരുകുന്ന തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദേശത്ത് പെരുകി ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നിലവിൽ കർത്താവ് ആത്മാവിന്റെ ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. കാരണം സുവിശേഷം ഒരു തീയ. ഹല്ലേലൂയ. ഈ തീ അണയ്ക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് സുവിശേഷമാകുന്ന തീ ഉടച്ചുകളെ തീ നശിപ്പിച്ചു കളയുവാൻ അനവധി വർഗീയവാദികൾ എഴുതിയിട്ടുണ്ട്. ഭരണ സംവിധാനങ്ങളുടെ 100% മൗനാനുവാദത്തോടെ, നമ്മുടെ ഭാരതത്തിന്റെ ഭരണാധികാരികളുടെ 100% മൗനാനുവാദത്തോടെ അങ്ങ് വടക്കേണ്ടിൽ അനവധി ദൈവദാസിദാസന്മാർ, ക്രൈസ്തവ മിഷണറിമാർ, ക്രൈസ്തവ പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, വിശ്വാസികൾ രക്തസാക്ഷിത്വം ഭരിക്കുന്നു. ഹല്ലേലൂയ. ഭാരതം ഒരു ചോരക്കളമാക്കി മാറ്റിയിട്ടും, വടക്കേണ്ടി ഒരു ചോരക്കളമാക്കി മാറ്റിയിട്ടും അത് കണ്ടിട്ട് ഇന്നും മൗനമായിരിക്കുന്ന അനവധി ഭരണാധികാരികളുടെ മുമ്പിൽ ദൈവം നിന്നെ ശക്തമായിട്ട് ഉയർത്താൻ പോവുകയാണ്. ഭാരതം എന്താ ഒരു രക്തക്കളമായിട്ട് മാറിയിരിക്കുക. ഭാരതം ഒരു രക്തക്കളമായി മാറി. അതെന്തിനാ ഭാരതം രക്തക്കളമായിട്ട് മാറിയത്? എന്താ? ജാതീയ കോമരങ്ങൾ, ജാതീയ വർഗീയവാദികൾ, അല്ലേ? അവർക്ക് കസേര ഉറപ്പിക്കണം, അവരുടെ സാമ്രാജ്യത്തെ കൊണ്ടുവരണം. ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്ത് കളഞ്ഞ്, മതേതരത്തെ തകർത്ത് കളഞ്ഞിട്ട്, ഇവിടുത്തെ ദൈവാധിപത്യം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഏകാധിപത്യം കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു കൂട്ടം ആളുകൾ കുരുമുട്ടം കലരിയ ജാതി വെറുക്കുത്തിനാ നിറയപ്പെട്ട് വർഗീയ വിഷം നിറഞ്ഞ അനവധി ആളുകൾ ഭാരതത്തെ രക്തക്കളമാക്കി മാറ്റുവാൻ അവർ തിരഞ്ഞെടുത്തൊരു കൂട്ടമാണ് ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ബാബ പറഞ്ഞൊരു സഭയുടെ ഒരു മെത്രാൻ പറഞ്ഞേ, ക്രൈസ്തവർക്ക് രക്തസാക്ഷിയാകുന്നത് കൊണ്ട് വലിയ പേടിയൊന്നുമില്ല, അവർ രക്തസാക്ഷിത്വം ഭരിച്ച സ്വർഗത്തിൽ പോകും. എനിക്കത് നല്ല ചിന്തയായിട്ട് തോന്നി. കാരണം അയാളുടെ മനസ്സിലും തിരുമേനിയുടെ മനസ്സിലും അങ്ങനെ തോന്നിയല്ലോ. അതെ, ക്രൈസ്തവരെ കൊന്നൊടുക്കിയിട്ട് രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഏകാധിപതിയെ പോലെ വഹിക്കുവാൻ സകല ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കും മൗനാനുവാദം കൊടുക്കുന്ന ഭാരതത്തിന്റെ ഗവൺമെന്റ്. ഹല്ലേലൂയ. എത്രയോ ആളുകളെ ജയിലിൽ കിടക്കുന്ന സുവിശേഷം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? ഞങ്ങൾ കള്ളുകുടിച്ച് തോന്നിവാസം വിളിച്ചു, ഞങ്ങൾ കള്ളുകുടിച്ച് പൊതുമുതൽ നശിപ്പിച്ചു, ഞാൻ കള്ളുകുടിച്ച് അടിപിടി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ ഉപയോഗിച്ചു, ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ഞങ്ങൾ അവയെ കരാവ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഒരു സർക്കാരിന്റെ കേന്ദ്രവസ്ഥാന ഗവൺമെന്റ് ഒരു സ്ഥാപനങ്ങളും ഞങ്ങൾ തകർത്തിട്ടില്ല, ഒരു പോലീസുകാരെ ഞങ്ങൾ അടിച്ചിട്ടില്ല, ഒരു ഭരണാധികാരികളും ഞങ്ങൾ അസഭ്യം വിളിച്ചു പറഞ്ഞിട്ടില്ല, ആർക്കും ഞങ്ങൾ പൊതുമുതലൊന്നും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ നിയമത്തിന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി യാതൊരു പ്രവർത്തികളും ഞങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുവാദം, ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന നൽകി തന്നിരിക്കുന്ന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറയുന്നു. അതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അവര് കാണുന്നത്, ലോകം കാണുന്നത്. ഞങ്ങൾ ആർക്കും ദോഷം ഞങ്ങൾ സൂക്ഷിച്ചിട്ടും അത് ഞങ്ങളെ യേശു വരെ വേൽപ്പിച്ചതാ. അല്ലെങ്കിൽ യേശു ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ കാലഘട്ടം ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാൻ മോശി എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മോശയിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നീ സമർപ്പിക്കപ്പെടുന്നെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. പക്ഷെ നീ ജീവിത വിശുദ്ധി കാക്കണം കേട്ടോ. അതിന് ദൈവം നിന്നെ ശുശ്രൂഷ ഏൽപ്പിക്കണമെങ്കിൽ നീ രാവിലെ ഒരുങ്ങി, അതിരാവിലെ ഒരുങ്ങി രാവിലെ നിന്ന് ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് എന്നോട് സംസാരിക്കണമേ, എൻ്റെ ശുശ്രൂഷ എന്താണ്, എന്നേക്കുള്ള വെളിപ്പാട്, എൻ്റെ ആലോചന എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഏത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്, അങ്ങ് വെളിപ്പെടുത്തി തന്നാലും എന്ന് പറഞ്ഞ് നമ്മുടെ തമ്പുരാന്റെ പാദപീഠത്തിൽ നീ കണ്ണുനീർ തൂകുന്നെങ്കിൽ ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ സ്തോത്രം, ദൈവത്തിന് നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറെ കാര്യങ്ങളുണ്ട്. ഈ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന കസേരകളിൽ പാടില്ല. ഞാൻ പല മെസ്സേജിൽ പറയാറുണ്ട്.
അത് പറഞ്ഞ് നിങ്ങൾ എന്താണ് എല്ലാ ദിവസവും ഓർപ്പിക്കാൻ, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നിരിക്കുക. അങ്ങ് ജനറൽ സെക്രട്ടറി, ജനറൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ ജനറൽ ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി, ജോയിന്റ് വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ പിന്നെ ഖജാൻജി, പിന്നെ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മാർക്കറ്റിംഗ് നെല്ലിക്കച്ചാക്ക്, ഈ തക്കാളിച്ചാക്കൊക്കെ കുത്തഴിച്ചു വിടുന്നത് പോലെ നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് അങ്ങ് അധികാരം കയറി കൂടി. അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങളുടെ ദൈവദാസന്മാരെ, ദൈവമക്കളെ പരിശുദ്ധന്മാർ ഉപയോഗിക്കുന്നില്ല. കാരണം അവരുടെ ആത്മാവിൽ വചനം എഴുതാൻ പറ്റുന്നില്ല. അധികാരം കയറി കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അത് വിട്ടിട്ടൊക്കെ മടങ്ങി പോയി കാലഘട്ടത്തിൽ ദൈവത്തിനെ നിന്നെ ഉപയോഗിക്കാനുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം ശക്തമായി പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയക്കാൻ ആഗ്രഹിക്കുക. ഒരു ഏലിയാവിനെ നീ ഉപയോഗിച്ചതുപോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നീ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ട് മടങ്ങി പോകാൻ സ്വഭാവി. ദൈവത്തിന് നിന്നിലൂടെ ചിലത് ചെയ്യാനുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി, നിന്നിലൂടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലെ യഹോവയുടെ പ്രകാശം വന്നിരിക്കുന്ന ദേശം ഉദിച്ചു എന്ന് ദൈവത്തിന്റെ വചനം ശിയപ്രവാചകന്റെ 60-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതേ അന്ധകാര ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടിയിരിക്കുമ്പോൾ ദൈവം നിന്നെ ലോകത്തിന്റെ പ്രകാശമായി വെച്ചുകൊണ്ട് ദൈവ തേജസ്സം നിറച്ചുകൊണ്ട് പാപത്തിന്റെ അതിരിൽ വീട് കിടക്കുന്ന അനുഭൂതി വ്യക്തികളെ വിടുവിച്ച് നീ ദൈവത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു മഹനീയമായ ശുശ്രൂഷയ്ക്ക് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ കയ്യിലുണ്ടായത് 2 കൽപ്പനകളിൽ എഴുതി കൊടുത്ത കൽപ്പനകൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കൽപ്പനകൾ എഴുതി കഴിയുമ്പോൾ ദൈവം നിന്നെ 1-ാമത് അപ്പോസ്തലനായി, 2-ാമത് പ്രവാചകനായി, 3-ാമത് സുവിശേഷകനായി, 4-ാമത് ഇടയനായി, ഉപദേഷ്ടാവായി ദൈവം നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക, ശുശ്രൂഷ തരാൻ ആഗ്രഹിക്കുക. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പഠിക്കും. നമുക്കറിയാം, പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ആൻഡമാൻ നിക്കോബാർ എന്നൊക്കെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജനമായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ദാസിദാസന്മാരെ ദൈവം അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ തേജസ്സിന്റെ ശുശ്രൂഷ കൊണ്ട് നൽകി, വചനം നൽകി അവരെ ആൻഡമാൻ നിക്കോബാറിലൊക്കെ അയച്ചു കഴിഞ്ഞ് അവർ അവിടെ ചെന്ന് ജീവന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം ആൻഡമാൻ നിക്കോബാറുകളൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായി എന്ത് ചെയ്തു? കൂട്ടം ജനം സ്നാനപ്പെട്ടു. കൂട്ടം ജനം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസ്ഥലേക്ക് മടങ്ങി വന്നു. ദൈവം അവിടെ വിശ്വാസികളെ മാത്രമല്ല, ദൈവ ദാസന്മാരെ, ശക്തരായിരിക്കുന്ന സുവിശേഷകന്മാരെ, പ്രഭാഷകന്മാരെ, കൃപാവരമുള്ളവരെ, വെളിപ്പാട് ദർശനമുള്ളവരെ ആൻഡമാൻ നിക്കോബാറുകളിലൊക്കെ ദൈവം ഉയർത്തി എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിന്റെ 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ സുവിശേഷീകരിക്കപ്പെടാൻ കിടക്കുന്നു. ലോകരാജ്യങ്ങൾ സുവിശേഷീകരിക്കപ്പെടാൻ കിടക്കുന്നു. ഹല്ലേലൂയ. ഇന്നും കർത്താവ് ആരെന്നറിയാത്ത, യേശു ആരെന്നറിയാത്ത, ദൈവരാജ്യം എന്താണ്, നിത്യത എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണെന്ന് അറിയാതെ തിന്നണം, കുടിക്കണം, ഉറങ്ങണം, നടക്കണം, സുഖിക്കണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന അനവധി ആളുകൾ ലോകത്തിന്റെ വിവിധ 7 ഭൂഖണ്ഡങ്ങളുടെ വിവിധ ഗ്രാമങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, മനുഷ്യനുമായിട്ട് യാതൊരു സംസർഗമില്ലാതെ, സ്കൂൾ കാണാത്ത, കോളേജ് കാണാത്ത, ആശുപത്രി കാണാത്ത, ബസ് കാണാത്ത, ട്രെയിൻ കാണാത്ത, വിമാനം കാണാത്ത, ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ വിമാനം എല്ലാവരും കണ്ടു കാണും, ഇത് മുകളിൽ കൂടെ പറക്കുന്നതായതുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അടുത്തുനിന്ന് കണ്ടിട്ടിരുന്ന കേട്ടോ, അല്ലേ? അങ്ങനെ പലതും കാണാത്ത അനവധി ആളുകൾ ഇന്നും കാടുകളിൽ താമസിക്കുന്നുണ്ട്, ഗ്രാമങ്ങളിൽ, ദ്വീപുകളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് പുറലോകവുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ അഭിഷേകത്തോടു കൂടി അയക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ പോകാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നീ പോകാൻ തയ്യാറായി ചിതറിപ്പോയ ആളുകൾ, ചിതറിപ്പോയ ആദിമസഭയിൽ ശൗലിന്റെ പീഡനം, അല്ലെങ്കിൽ ആദ്യസഭ പീഡന മുഖാന്തരം വിശ്വാസികളെ ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയ കൂട്ടത്തിൽ പീരിപ്പോയി ശബരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനവും പക്ഷപാതക്കാരും ഒക്കെ സൗഖ്യം പ്രാപിച്ച പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായതുപോലെ ദൈവം നിന്നെ ചില ഗ്രാമങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രഭാതത്തിൽ ദൂത് പറയുകയാണ്. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. നിന്നെ ദൈവം പണിതെടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ ദേശക്കായി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബം നിന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരിൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, ആരിതിനെ ഒതുക്കിയോ അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് മോശയെ പോലെ അതിരാവിലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ തന്ന് സ്തോത്രം, രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ ഹല്ലേലൂയ സീനായി പർവ്വതത്തിൽ കയറി വരണം.
പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധി വരണമെന്ന് നമ്മൾ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ. നാം ഏത് കാര്യത്തിന് പോകുന്നുണ്ടോ ആ കാര്യത്തിന് നമ്മൾ അതിരാവിലെ ഒരുങ്ങാറുണ്ട് ഹല്ലേലൂയ. ഏത് കാര്യം നമ്മൾ ചെയ്യുന്നെങ്കിലും ലോകപരമായ ഹല്ലേലൂയ, ഇവിടുത്തെ ഭൗതിക, ഇവിടുത്തെ ലൗകിക, ഇവിടുത്തെ ജഡികമായ അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും അതിരാവിലെ ഒരുങ്ങാറില്ലേ ഹല്ലേലൂയ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ കുളിക്കുകയില്ല ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ നല്ല ഉന്മേഷം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. രാവിലെയോ ഈ തണുപ്പിനോ വെള്ളം കോരി എങ്ങനെ ഒഴിക്കും? അയ്യോ, ഞാൻ പറഞ്ഞു നമ്മുടെ കൈ ഉണ്ടല്ലോ, 2 കൈ നമുക്ക്, അതുകൊണ്ടല്ലേ ദൈവം തന്നത്. മറ്റൊരാൾ രാവിലെ നമ്മുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് 2 കൈ തന്നിട്ടുണ്ട്. 2 കൈ കൊണ്ട് തന്നെ നമ്മൾ തന്നെ വെള്ളം കോരി ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ശരീരമൊക്കെ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വളരെ സന്തോഷമായിരിക്കും. കാരണം ദൈവം പരിശുദ്ധനാ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. സാറാഫുകളും കെരൂബുകളും ഹല്ലേലൂയ, ആമേൻ, ദൂതന്മാരും ഹല്ലേലൂയ, വിശുദ്ധന്മാരും സ്വർഗത്തിൽ 24 മണിക്കൂറും ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉറക്കെ പറയുമ്പോൾ ഹല്ലേലൂയ അവർ മുഴക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളും പരിശുദ്ധമായിട്ട് തന്നെ വരണം. നിങ്ങൾക്ക് പാസമൊക്കെ ചെയ്യാം. പാസമൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ട് രാവിലെ കുളിച്ചൊക്കെയാണ് വരുന്നത് ഹല്ലേലൂയ. കുളിച്ച് വൃത്തിയായിട്ടൊക്കെയാണ് വന്ന് ദൈവത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. സ്തോത്രം. അതൊക്കെ ദൈവം എനിക്ക് തന്നൊരു കൃപയാകട്ടെ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദൈവമാണ് വലുത് ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവമാണോ വലുത്? നിങ്ങളുടെ കുടുംബമാണോ വലുത് ഹല്ലേലൂയ? ദൈവമാണോ വലുത്? നിങ്ങളുടെ സമ്പത്താണോ വലുത്? ദൈവമാണോ വലുത്? നിങ്ങളുടെ ഭാര്യയാണോ? ദൈവമാണോ വലുത്? നിങ്ങളുടെ മക്കളാണോ? ദൈവമാണോ വലുത്? നിങ്ങളുടെ ജോലിയാണോ? ദൈവമാണോ വലുത്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടാണോ വലുത്? ഏതാണോ വലുത് നിങ്ങൾക്ക് തോന്നുന്നത് ഹല്ലേലൂയ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത് എൻ്റെ കർത്താവാകട്ടോ. കാരണം നാശകരമായി കുഴഞ്ഞ ചേറ്റുമായിരുന്നു എന്നെ ദൈവം പിടിവിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ. മോശയോട് സീനായി പർവ്വതത്തിൽ അതിരാവിലെ കയറി വരാൻ പറഞ്ഞതുപോലെ ദൈവനോട് നീ രാവിലെ തന്നെ ഒരുങ്ങി എൻ്റെ സന്നിധിയിൽ വരണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം ഞാനും ഏറ്റെടുത്തപ്പോൾ ഹല്ലേലൂയ, കർത്താവിന് എന്നിലും വലിയ പ്രവൃത്തി ജീവൻ തുടങ്ങി. എനിക്ക് ദൈവത്തോടാണ് ഏറ്റവും വലിയ കടപ്പാട്. കാരണം എന്നെ നിർത്തുന്നത് ദൈവമാണ്. അല്ലേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമോ ഞാൻ കഴിക്കുന്ന വിറ്റാമിൻസ് നൽകുന്നവളൊക്കെ ഉള്ള പഴങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനങ്ങൾ കൊണ്ടോ അല്ല ദൈവം എന്നെ നിർത്തുന്നത്. ഞാൻ ഈ കൃപയിൽ നിൽക്കുന്നത് ആമേൻ നമ്മുടെ കർത്താവ് തന്ന കൃപയാണ്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ പോലും പ്രവേശനം ലഭിച്ചിരിക്കുന്ന റോമലേഖനം 5:1-2 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അത് ദൈവത്തിന് ഇതിന്റെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന മാതാവ്, ഈ 2026 ദൈവത്തിന് ഇതിന്റെ ആവശ്യമാണ്. നിന്നിൽ ആത്മാവിന്റെ തീയെ ദൈവം കത്തിക്കാൻ ആഗ്രഹിക്കുന്ന നീ ഉണങ്ങി മരവിച്ച് കിടക്കാതെ ഹല്ലേലൂയ, നീ വരണ്ടുണങ്ങി കിടക്കാതെ സഹാറ മരുഭൂമിയെ പോലെ രാജസ്ഥാൻ മരുഭൂമിയെ പോലെ നീ ആയിത്തീരാതെ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ സ്തോത്രം നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്നെ പണിതുയർത്താൻ ആഗ്രഹിക്കുകയാണ്. മരുഭൂമിയിൽ ദീർഘവർഷങ്ങൾ ആമേൻ ഫലം നൽകുന്ന ഈന്തപ്പനകളെ പോലെ ഹല്ലേലൂയ ആമേൻ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നീ വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ വളരുമെന്നാണല്ലോ, ലെബാനിലെ ദേവദാരു പോലെ വളരുമെന്നാണ് നമ്മൾ 92-ാം സങ്കീർത്തനം 10 വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുക. ലോകം നിന്നെ ഉടയ്ക്കുവാൻ ആഗ്രഹിക്കും. ലോകം നിന്നെ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന 1 ശമൂവേൽ 2:30 അവസാന ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പം ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്ലാനുണ്ട്. ഈ 2026 നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതം നടക്കും. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിനെ കണ്ണീരൊഴുക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. നിന്റെ ജീവിതത്തെ തകർച്ച മറ്റാരോട് പറയാതെ, മറ്റാരോട് പറഞ്ഞാലൊരു പരിഹാരമില്ലാതെ നീ വേദനിക്കപ്പെടുന്ന ചില വിഷയങ്ങളില്ലേ. നിന്റെ മക്കളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ചുള്ള നീ ദൈവസ്നേഹ അഭിഷേകത്തിലെ വിഷയങ്ങളുണ്ടല്ലോ. ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് സഹോദരി പറഞ്ഞു കേട്ടോ, സഹോദരിമാർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഒരു സഹോദരി എന്നോട് വിളിച്ചുകൊണ്ട് പറയുക, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം.
എൻ്റെ ഹസ്ബൻഡിനോട് യാതൊരു സ്നേഹവും യാതൊരു സന്തോഷവും. ഞങ്ങൾ രണ്ടുപേരും നല്ല സാലറി ഉണ്ട്. എല്ലാ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് 1 രൂപ പോലും എടുക്കാൻ അനുവാദമില്ല. അദ്ദേഹം എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്നെങ്കിൽ മാത്രം ഞാൻ വണ്ടി കയറി പോകുന്നു. എല്ലാ വീടുകളിലും ഞങ്ങളുടെ വിദേശത്തൊക്കെ ഞങ്ങളുടെ എല്ലാ വീടുകളിലും കാറുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിന് കാറുണ്ട്, അദ്ദേഹം കാറിൽ പോകും. ഞാൻ ബസ്സിന് ജോലിക്ക് പോകും. മലേറിയ ഞാൻ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിക്കും. എനിക്ക് 1 രൂപ പോലും വരുമാനമില്ല. ലക്ഷങ്ങൾ സാറിന് മേടിക്കുന്ന സൗകര്യം പറഞ്ഞാൽ കേട്ടോ, എനിക്ക് 1 രൂപ പോലും വരുമാനം കിട്ടുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ. പുള്ളിക്ക് എടുക്കാൻ അനുവാദമുള്ളൂ, ജോയിൻ്റ് അക്കൗണ്ട് ഒന്നും അല്ല, പുള്ളിക്ക് മാത്രം. പുള്ളി എടുത്തെങ്കിൽ കൊടുക്കുന്നത് എന്ന് പറയാൻ അങ്ങനെയുള്ള സൗകര്യം വന്നിട്ട് അദ്ദേഹം ദൂർത്തടിക്കുന്നു. അങ്ങനെ കണ്ണുനീരോടെ പോകുന്ന ചില ജീവിതമുള്ള ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നീ ദൈവത്തിന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുക. അതിരാവിലെ ദൈവത്തിന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുക. സിനായി മലയിൽ മോശയോട് ഇടപെട്ട ദൈവം നിന്നോട് ഇടപെടും. നിന്റെ ഭവനത്തിന്റെ സ്ഥിതികൾ മാറും. അല്ലേലും നിന്റെ കണ്ണുനീരും മാറുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. സഹോദര സഹോദരി, വിശ്വസിക്കാൻ പറ്റുമോ? ചിലരുടെ പരിശുദ്ധ ശക്തമായി പറയുന്ന ദൂത്, ഈ 2026 നിന്റെ കുടുംബത്തെ ഒന്ന് ദൈവം പണിതെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ശുശ്രൂഷകൾ മനുഷ്യൻ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ ദൈവവചനം പ്രസംഗിക്കുന്നവരിൽ തന്നെ നല്ലൊരു കൂട്ടം ജനങ്ങളും മനുഷ്യനെ വഴിതെറ്റിക്കുന്നവരുണ്ട്. അവരുടെ ശുശ്രൂഷയിലാണ് വഴിതെറ്റിക്കുന്നത്. കാരണം പലതും അവർ ഓരോ വ്യക്തികളുടെ കുടുംബ സാഹചര്യങ്ങൾ മുന്നമേ പഠിച്ചിട്ടാണ്. ഹല്ലേലൂയ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന വ്യക്തികളുടെ ചില വിഷയങ്ങളെ മുന്നമേലേക്ക് പഠിച്ചുകൊണ്ട് വേണം എൻ്റെ ദൂതന്മാരെയൊക്കെ ദൂതന്മാരുണ്ടെങ്കിൽ, ദൂതന്മാർ ഞാൻ നമുക്ക് ആൾ പിന്നണിയിലാണുണ്ടെങ്കിൽ അവരെയൊക്കെ വിട്ടിട്ട് അവരെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കി ഞാനത് കേട്ടിട്ട്, ഇനി നമ്മുടെ സഭയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ സഭയിലെ വിശ്വാസികളിൽ കൂടെ അതൊക്കെ കേട്ടിട്ട് നമുക്ക് ഇവിടെ ശക്തമായ ദൂതൊക്കെ പറയും. ഇന്നത്തെ ഒരുപാട് ശുശ്രൂഷ അങ്ങനെയാണ്. അവിടെ അത് ദൈവാത്മാവിൻ്റെ ജനത്തിൻ്റെ ശുശ്രൂഷ. അത് പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും പണത്തിനും കീശ വെറുക്കാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ കേട്ടില്ല, തിരുവനന്തപുരത്തും കൊട്ടാരക്കരയും കോട്ടയത്തും ഒക്കെ 15-20 വർഷമായിട്ട് 5 ലക്ഷം രൂപ 5 കോടി രൂപയുടെയൊക്കെ സഭ പണിയാൻ വേണ്ടിയിട്ട് പൈസ പിരിവെടുക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷം പിരിവെടുത്ത് കോടാനുകോടി സമ്പാദിച്ചിട്ട് ഇന്നും സഭ പണിതിട്ട് ഇന്നും പിരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണം. ഇതൊക്കെ എവിടെ പോകുന്ന ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എൻ്റെ സഭയുടെ സ്വോത്രകാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നില്ല കേട്ടോ, നിങ്ങളൊക്കെ അറിയാൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സഭയുടെ സ്വോത്രകാഴ്ച 250 രൂപ കഷ്ടിച്ച 270 രൂപയ്ക്കാണ്. ഞങ്ങൾ സന്തോഷം ജീവിക്കുന്നില്ലേ? ഞങ്ങൾ സന്തോഷം ജീവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമാണ്? ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ദൈവവചനം അയവിറക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ഞങ്ങൾ ഈ 5 കോടിയുടെ ദൈവാലയം ഒന്നും പണി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 5 കോടി രൂപയുടെ ദൈവാലയം, 5 കോടി രൂപയുടെ ആലയം പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല. നമുക്ക് കൂടി വന്നിരുന്ന് ആരാധിക്കണം. നമുക്കൊരു കുറച്ചു വേണ്ടി കൂടി വന്ന ഒരു സഭാകൂള്, ന്യായമായ രീതിയിൽ സഭാകൂള്, അതാണ് ഞങ്ങൾ ആഗ്രഹം. 5 കോടി രൂപയുടെ 5 കോടിക്ക് ഇവൻ 25 കോടി പിരിച്ചിട്ടാണ് വീണ്ടും 5 കോടി അന്നത്തെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5 കോടി 25 കോടി പിരിച്ചിട്ടാണ് ഇന്നത്തെ പല പാസ്റ്റർമാരും ഇന്നും 5 കോടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ പിരിച്ച് വിശ്വാസികൾ കുത്തുപാള എടുത്തത് വേണം പറയാൻ. ഹല്ലേലൂയ. അതെന്നോട് കോട്ടയത്ത് സൗകര്യം വിളിച്ചു പറഞ്ഞതാ. എന്നോട് കോട്ടയത്ത് സൗകര്യം വിളിച്ചിട്ട്, എൻ്റെ ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയിലേക്ക് രാവിലെ ചെല്ലാൻ പോലെ സഭയിലേക്ക് ഇരുമ്പോൾ 6 കവറായി കൊണ്ട് വരുന്നത്. 6 കവറിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. 6 കവറിൽ ഓരോ സെക്ഷനാണ്. അതിന് സ്വോത്രച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ശൂന്യമായിട്ടാണ് വരുന്നത്. 6 കവറിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ആഴ്ച എൻ്റെ കണക്ക് പറഞ്ഞ് അവിടെ എഴുതി വെക്കുമെന്നാണ്. ഹല്ലേലൂയ. ഈ തൃശ്ശൂർ ഒരു ദൈവദാസം വന്ന് ശുശ്രൂഷിച്ചു. ഇപ്പം ബിഷപ്പൊക്കെ ആയി. തൃശ്ശൂർ ഒരു ദൈവദാസം വന്ന് ശുശ്രൂഷിച്ചു. ആ സഭയിൽ ഒരു വിശ്വാസി ഇവിടെ വന്നു. ഹല്ലേലൂയ. മടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഈ ആഴ്ച സ്വോത്രകാഴ്ച ദശാംശം കൊടുത്തില്ലെങ്കിൽ അത് ബുക്കിൽ എഴുതി വെച്ചാൽ അടുത്ത ആഴ്ച പലിശ അടക്കം മേടിക്കുമെന്നാണ്. ഹല്ലേലൂയ. ഇങ്ങനത്തെ മരണ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നെങ്കിൽ, നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ വിശ്വാസിയുടെ മേൽ അടിമരൂപം, ഭാരമേറിയ രൂപം വെച്ചു കൊടുക്കാതെ അവരെ പിരിച്ച് അവരെ നീ കുത്തുപാള എടുപ്പിക്കാതെ നിന്റെ വിശ്വാസികളെ കൂടെ നീ നോക്കി അവരെയും കൂടെ സംരക്ഷിച്ച് അവർക്കൂടെ സന്തോഷം കൊടുത്ത് അവരെയും കൂടെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച് നമ്മൾ ദൈവഹിത പ്രകാരം പോയാൽ ദൈവം നമുക്ക് എല്ലാത്തിനും ശാശ്വത പരിഹാരം നൽകും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ ദോഷം, സങ്കടം തോന്നിയായിരുന്നു കുഴപ്പമൊന്നുമില്ലെന്നേ. നമ്മൾക്ക് ഇത് മാനസാന്തരമുണ്ട്. ഈ 2026 കർത്താവ് വന്ന താങ്കൾ സ്വർഗരാജ്യത്തിൽ പോകുമോ? അല്ലെങ്കിൽ പിരിച്ച് റെസിപ്റ്റുമായിട്ട് നടക്കുന്ന സഹോദരൻ, നീ ദൈവരാജ്യത്തിൽ ഉണ്ടാകുമോ?
ലേരിയ ചുങ്കക്കാരൻ സക്കായി പോലും മാനസാന്തരം മുഴങ്ങി വന്നു. അവൻ ചുങ്കം പിരിവാനായിട്ട് യേശുവിനെ കണ്ടു കഴിഞ്ഞു. അവന്റെ ചുങ്കം പിരിവ് നിർത്തി അവന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞവൻ നാം മേടിക്കുന്നില്ല 4 മടങ്ങ് മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ മാനസാന്തരം വന്നിട്ട് ഇന്നത്തെ ഈ സഭയിലെ റെസിപ്റ്റും കൊണ്ട് ഇങ്ങനെ നടക്കുക. പിരിവാ. ചുങ്കക്കാരൻ സക്കായിയെ പോലെ സഭയ്ക്കകത്ത് ഒരുപാട് ചുങ്കക്കാരന്മാര് സക്കായിമാരുണ്ട്. അവൻ പിരിച്ച് ദൈവകോപത്തിന് ഇടം വെച്ചിരിക്കുക. നീ സ്വർഗത്തിൽ ചെല്ലുവോ സഹോദര? മാനസാന്തരപ്പെട്ട് വിശ്വാസികളെ കുത്തുവാള എടുപ്പിക്കുന്ന പിരിവ് നടത്തരുത് കേട്ടോ. അല്ലേലുയ. രക്തം ചെയ്യും പ്രൈസറോ. അല്ലേലുയ. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടിട്ട് എന്നെ ചീത്ത പറഞ്ഞാൽ നീ കുഴപ്പമില്ല, ഞാനങ്ങനെ ചെയ്യാത്ത ആളാണ്. അല്ലേലുയ. എനിക്കുള്ളത് മതി, ഉള്ളത്. കഞ്ഞി കുടിക്കാനൊക്കെ ദൈവം തരാതിരിക്കുമോ? ഞാനങ്ങനെ ചിന്തിക്കുന്നത്. അല്ലേരിയ. അപ്പൊ ഇവിടെ നാം ദൈവസന്നിധി വായിക്കുമ്പോൾ രാത്രിയിലുള്ള ആഹാരം കുറച്ച് ഭക്ഷിച്ചിട്ട് നേരത്തെ തന്നെ ഉറങ്ങുവാനായി പോകണം. അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിരാവിലെ കുട്ടികളെ പോലെ തുള്ളി കുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരാൻ കഴിയുള്ളൂ. ഈ രാവിലെ എന്ത് ചെയ്യും? നിങ്ങൾ രാവിലെ കണ്ടു, രാവിലെ അല്ലേരിയ ഈ സ്തോത്രം ഈ പശുക്കളെയൊക്കെ വളർത്തുന്ന ആട്ടുകുട്ടിയൊക്കെ വളർന്നു രാവിലെ ചെന്ന് ഈ ആട്ടുകുട്ടിയൊക്കെ മേലരി അഴിച്ചുവിടും. പശുക്കുട്ടിയെ കഴിച്ചുവിടും പാല് കുടിക്കാൻ വേണ്ടി. എന്നാൽ ഈ ആട്ടുകുട്ടികളും ഒക്കെ തുള്ളി ചാടി അങ്ങോട്ട് ചെല്ലും. തുള്ളി ചാടി ചെന്നിട്ട് എന്ത് ചെയ്യും? ആദ്യ തള്ളയിൽ നിന്ന് പാലൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾ നല്ല ഉന്മേഷവരുതായി മാറുന്ന പോലെ രാവിലെ നമ്മുടെ കുട്ടികളൊക്കെ തുള്ളിച്ചാടി കളിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് ദൈവത്തിലേക്ക് വരണം. അല്ലെ, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ തുള്ളിച്ചാടി വരണം കർത്താവിന്റെ സന്നിധിക്ക്. അല്ലേരിയ. സ്തോത്രം. അപ്പൊ രാവിലെ ദൈവം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ശുശ്രൂഷ ഗുണമുണ്ടാകണം. ലോകം മുഴുവൻ ക്രൈസ്തവ പീഡനം വർദ്ധിക്കുമ്പോൾ നാം പ്രാർത്ഥനയ്ക്ക് മടങ്ങുന്ന മോശയെ പോലെ ഇവിടെ തിന്നും കുടിച്ചും സുഖിച്ചും പുളച്ചും മതിച്ചും ജീവിച്ച് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ് അനേകരെ നമ്മൾ നിത്യ നരകത്തിലേക്ക് തള്ളിവിടുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്നിലൂടെ ശുശ്രൂഷ വെളിപ്പെടുത്തുവാനാ. ഈ ലോകത്തിന്റെ മുമ്പിൽ നിന്നിലൂടെ ശുശ്രൂഷ വെളിപ്പെടുത്തി ആയിരങ്ങൾ പതിനായിരങ്ങൾ കോടാനുകൂടി ജനങ്ങൾ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തെക്കുറിച്ച് അവരെ ഉണർത്തിച്ച പാപബോധം കൊടുത്ത് ഒരുവനെങ്കിലും നിനക്ക് മാനസാന്തരപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ, ഒരുവന്റെ പേരെങ്കിലും ജീവന്റെ പുസ്തകം എഴുതി ചേർക്കാൻ നിന്റെ ശുശ്രൂഷയ്ക്ക് കഴിയുന്നെങ്കിൽ, ദൈവം നിന്നെ അതിനുവേണ്ടി അവയെ ഒരുക്കിയെടുത്ത് ഞാൻ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ 17 സംഖ്യത്തെ 3-ാം വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനക്കാരന്റെ സമർപ്പണം. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത്? ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുകയാണ്, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ഹല്ലേലൂയ. എന്നെ പരീക്ഷിച്ചു. രാത്രി സന്ദർശിച്ചു എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മൾ അങ്ങനെയൊക്കെ വരണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരണം. അതിനെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ 3-ാം വാക്യം പറയുന്നതിന് വായിക്കുന്ന 2-5 വരെ വാക്യം വായിക്കും. ഇവിടെ ദൈവത്തെ മാത്രം വിധികർത്താവായി കാണുന്നു. കഷ്ടം അനുഭവിച്ചിട്ട് വിഷം പറയാതെ ന്യായമായി വിധിക്കുന്നെങ്കിൽ ഫലമേൽപ്പിക്കുന്ന ക്രിസ്തു പത്രോസ് ലേഖനത്തിൽ കൂടെ പറയുന്ന പോലെ ഹല്ലേലൂയ. നമ്മൾ നിഷ്ഠൂരന്റെ പാതകളേക്ക് ഒഴിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മൾ നേരായ മാർഗത്തിലേക്ക് വരണം. അപ്പം ദൈവം നമ്മെ രാത്രി സന്ദർശിക്കും, നമ്മെ പരീക്ഷിക്കും. ദുരുപദേശമൊന്നും നമ്മളെ കാണാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ വായി ലംഘനം ചെയ്യുകയില്ലെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. നിന്റെ വായി ലംഘനം ചെയ്യുകയില്ലെന്ന് നിനക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന് മുകളിൽ എന്റെ സന്നിധിയിൽ തന്നെ വരണം. അതെ, നീ രാവിലെ എഴുന്നിട്ട് ദൈവത്തിന് ഒരുങ്ങുക. നിന്റെ ഈ വർഷം, ഈ 2026 പ്രാരംഭത്തിൽ നിന്റെ കഷ്ടതകളെല്ലാം മാറും. കണ്ണുകളടച്ചാണ് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിയിലോട്ട് പൊട്ടാൻ രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാരെ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബിലായിരിക്കുന്ന എല്ലാ ഗോത്രഭാഗങ്ങളെയും നിയമത്തികളും ജുഡീഷ്യറി എല്ലാം ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല ജനത്തെയും ഹല്ലേലൂയ. കർത്താവ് ശൈശവത്തിൽ കൗമാരിക വനത്തിൽ വാർത്തപ്പെടുത്തരശനായി ആചക്രോഷണ ചോട്ടൽ തടവറയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവ് സകല ജനത്തെയും ഹല്ലേലൂയ. വിവിധ മേഖലയിലായിരിക്കുന്ന വിവിധ ജോലികളായിരിക്കുന്ന എല്ലാ ജനത്തെയും
വിവിധ ഭാഷക്കാർ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മോശയെ പോലെ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ മോശയും ചേർന്ന് 40 ദിവസത്തോട് കഴിച്ച് മോശയുടെ മുഖത്ത് നോക്കിക്കൂടാതെ മോശയുടെ മുഖത്തെ ശോഭിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവെ ഈ ജനത്തിന്മേൽ ഒരു വലിയ ശുശ്രൂഷ അയക്കണമേ. ലോകരാജ്യം മുഴുവൻ പീഡനത്തോടെ കടന്നു ക്രൈസ്തവ മുഖാമി സമൂഹത്തെ കൊന്നൊടുക്കി ഭാരതം ലോകരാജ്യം രക്തക്കളമായി മാറുമ്പോൾ അതിന്റെ നടിയിൽ കർത്താവെ ആത്മാവിന്റെ ശുശ്രൂഷയുമായി ആ തേജന്റെ ശുശ്രൂഷയുമായി എന്റെ പോറ്റി ദൈവമക്കളെ ദൈവദാസദാസന്മാരെ ഉപയോഗിക്കണമേ. സുവിശേഷ മുഖാന്തരം ജയിലിൽ കിടക്കുന്ന കഷ്ടസഹിതം നൊമ്പരപ്പെടുന്നവരുടെ കർത്താവെ അവരെ ദൈവം വിടിവിക്കണം, ആശ്വാസം കൊടുക്കണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണം, കടക്കിന് മാറ്റിനും വേദന പിടിക്കും, മദ്യവും മയക്കും ലഹരിയിൽ വിടിവിക്കണമേ. തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, രക്തം ചൊരിയിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, ലോകരാജ്യങ്ങളുടെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഏകാധിപതികളെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവജനത്തിന്റെ ജനമേ, ക്രൈസ്തവ സമൂഹം രക്തം ചൊരിയിക്കുന്ന സകല രാജ്യങ്ങളും സകല വ്യക്തികളും ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ മാനസാന്തരപ്പെടാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തെ പേര് ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.